അരുണാചൽ പ്രദേശിൽ മരിച്ച മലയാളികൾ അന്യഗ്രഹ ജീവിതത്തിൽ വിശ്വസിച്ചതിന് കൂടുതൽ തെളിവുകൾ. മരിച്ച ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് വിചിത്ര വിശ്വാസങ്ങളുടെ രേഖകൾ കണ്ടെത്തി. ഭൂമി അധികനാൾ നിലനിൽക്കില്ലെന്ന് വാദിക്കുന്ന രേഖകളാണിത്. ഭൂമിയിലെ 90% മനുഷ്യരെയും മൃഗങ്ങളെയും മറ്റ് ഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നും രേഖയിലുണ്ട്. മരണം അന്വേഷിക്കാൻ തിരുവനന്തപുരം കണ്ടോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. സുനിഷ അയ്യലൂർ വിശദാംശങ്ങളുമായി. സുനിഷ, വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഒന്ന്, അരുണാചൽ പ്രദേശിലാണിത്. രണ്ട്, അന്യഗ്രഹ ജീവിതവും മറ്റ് അനുബന്ധ കാര്യങ്ങളും ഒക്കെ ഇവരുടെ തലയിൽ കുറേ കാലമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ മരണം എന്നുള്ളതാണ്. അതിനകത്ത് സ്വാഭാവികമായി മറ്റുള്ളവരുടെ പങ്കാളിത്തമൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. മറ്റൊരു അപകടം കൂടി ഒഴിവാക്കുന്നതിന് വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം സൂര്യകൃഷ്ണമൂർത്തിയെ വിളിച്ചിരുന്നു. സൂര്യകൃഷ്ണമൂർത്തി അക്കാര്യത്തിൽ ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി, ബോധവൽക്കരണത്തെക്കുറിച്ചൊക്കെ തന്നെയും സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ പിന്നീട് ആ കുടുംബം അതിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള നിലയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ അക്കാര്യത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇക്കാര്യത്തിൽ പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നികേഷ്, ഈ മരണത്തിന് പിന്നാലെ തുടക്കം മുതൽ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു ബ്ലാക്ക് മാജിക്കുമായുള്ള ബന്ധം. അതേസമയം തന്നെ ഈ മരണാനന്തര ജീവിതത്തിലേക്ക് ഇവർ ആകൃഷ്ടരായി എന്നതടക്കമുള്ള സംശയങ്ങൾ. ഏതായാലും ഇതൊക്കെ തന്നെയും സാധൂകരിക്കുന്ന തെളിവുകളാണ് ദിനം പ്രതി വരുന്നത്. ദുരൂഹതകൾ നീങ്ങുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടുപിടിച്ച ഈ ഒരു രേഖയിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതായത് അന്യഗ്രഹ ജീവിതം വിശ്വസിച്ചതിൻ്റെ രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആര്യയുടെ ലാപ്ടോപ്പ് പരിശോധിച്ചതിലാണ് കൃത്യമായി ഈ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച ഈ രേഖകൾ കിട്ടുന്നത്. അതായത് ദിനോസറുകൾ മുതൽ മനുഷ്യഭാവി വരെ ഈ രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. പ്രധാനമായും ഭൂമി അധികനാൾ നിലനിൽക്കില്ല എന്ന് വാദിക്കുന്ന രേഖകളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്നത് ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല, അത് മറ്റ് ഗ്രഹങ്ങളിലേക്ക് മാറ്റിയതാണ് എന്നതാണ്. അത്തരത്തിൽ തന്നെ മനുഷ്യനെയും മൃഗങ്ങളെയും മറ്റ് ഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നൊരു വിശ്വാസം കൂടി ഈ രേഖകളിൽ ഇവർ കാണിക്കുന്നുണ്ട് എന്നതാണ്. സ്പേസ് ഷിപ്പുകളിൽ വിശ്വസിപ്പിച്ചുകൊണ്ട്, അതായത് സ്പേസ് ഷിപ്പുകളുടെ ഇന്ധനം ഈ ഉൽക്കകളിൽ നിന്ന് ലഭിക്കുന്ന ആന്റി കാർബൺ വഴിയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ഈ രേഖകളിലുണ്ട്. അതേസമയം തന്നെ അന്റാർട്ടിക്കയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗവേഷണ കേന്ദ്രവും സ്പേസ് ഷിപ്പുകളും ഉണ്ട് എന്നും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇതിൽ പറയുന്നത് ഈ ആൻഡ്രോമിഡ ഗാലക്സിയിൽ നിന്നുള്ള അന്യഗ്രഹ ജീവിയുമായുള്ള സംഭാഷണം എന്ന രീതിയിലാണ് ഇവ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് മിതി എന്ന പേരുള്ള അന്യഗ്രഹ ജീവിയുമായുള്ള സംഭാഷണം എന്ന രീതിയിലാണ് ഈ രേഖകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 466 പേജുള്ള രേഖകളിലാണ് ഈ അന്യഗ്രഹ ജീവിതവും അതുമായി ബന്ധപ്പെട്ടുള്ള ഈ പറയുന്നത് പോലെ ദിനോസർ മുതൽ മനുഷ്യഭാവി വരെ പ്രതിപാദിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെയുമുള്ള രേഖകൾ ലഭിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നവീനിൻ്റെയും ഈ ആര്യയുടെയും അതേസമയം തന്നെ ദേവിയുടെയും ഈ ലാപ്ടോപ്പുകളും ഇമെയിൽ ചാറ്റുകളും അടക്കം പോലീസ് പരിശോധിച്ചിരുന്നു. ഇതിൽ നിന്നൊക്കെ തന്നെ ഈ തുടക്കം മുതൽ തന്നെ ചില തെളിവുകൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലായതുകൊണ്ട് തന്നെ വീണ്ടും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിലടക്കം കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം DCP പറഞ്ഞപ്പോഴും അത്തരത്തിലുള്ള തെളിവുകൾ പുറത്തുവിടാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നത്. പിന്നാലെയാണ് ഇപ്പോൾ ലാപ്ടോപ്പ് പരിശോധിച്ചതിൽ ഇത്തരം രേഖകൾ വന്നിട്ടുള്ളത്. ഇനി പോലീസിന് പ്രധാനമായും ചില സംശയങ്ങൾ കൂടിയുണ്ട്. എന്തുകൊണ്ട് അരുണാചൽ പ്രദേശ് തിരഞ്ഞെടുത്തു എന്നതാണ്. ഇവിടെ ഇറ്റാനഗറിലെ ഏറ്റവും ഉൾപ്രദേശമായ ഇടത്താണ് ഇവർ പോയി ഈ ഹോട്ടൽ മുറി എടുക്കുന്നതും അവിടെ മരിച്ച നിലയിൽ കാണുന്നതും. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെ ആരാണ് അവിടേക്ക് എത്തിച്ചത്, അതിൻ്റെ ഭാഗമായുള്ള ഏതെങ്കിലും ഇടപെടൽ ഇവരിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇനി നടക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇവരുടെ ഫോൺ കോളുകൾ അടക്കം, അതായത് കോൾ ലിസ്റ്റുകൾ അടക്കം പരിശോധിക്കാനുള്ള നീക്കമുണ്ട്. ഇപ്പോൾ അരുണാചൽ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവരുമായി കൂടിയാലോചനകൾ നടത്തി സഹകരിച്ചുകൊണ്ട് ഇവരുടെ ഈ ഫോൺ രേഖകൾ അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനുള്ള നീക്കങ്ങളാണ് ഇനി നടത്തുന്നത്. അത്തരത്തിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് മനസ്സിലാക്കും. നേരത്തെ തന്നെ ഈ പറഞ്ഞതുപോലെ ദേവിയുടെ കുടുംബമായിരുന്നു തുടക്കം മുതൽ ഈ ബ്ലാക്ക് മാജിക്കുമായിട്ടുള്ള ഒരു സംശയം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇവരുടെ കുടുംബത്തിൻ്റെ, അതായത് ആര്യയുടെയും ദേവിയുടെയും നവീനിൻ്റെയും സുഹൃത്തുക്കളുടെ മൊഴിയെടുക്കുക, അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുക എന്നതിലേക്ക് കൂടി പോലീസ് അടുത്ത ദിവസങ്ങളിൽ കടക്കുമെന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ 6 അംഗ സംഘത്തിനെ ഈ അന്വേഷണ ചുമതലയുടെ ഭാഗമായി നിയോഗിച്ചിട്ടുമുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണം, തുടർ അന്വേഷണം ഏത് രീതിയിലാണ്, ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവർ അരുണാചൽ പ്രദേശ് തിരഞ്ഞെടുത്തത്, ഈ തീയതിയിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകതയുണ്ടോ എന്നതടക്കം പോലീസിന് സംശയമുണ്ട്. ഇതൊക്കെ തന്നെയും കേന്ദ്രീകരിച്ച് കൂടുതൽ പേർ ഈ കെണിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഇനി പോലീസിന്റെ നീക്കം. നികേഷ്, സുനിഷ അയ്യലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.